ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളെല്ലാവരും നമ്മുടെ പാത്തു ഇതിനെത്തിയ പെൽച്ചക്കെത്തിയ ഇപ്പുത്ത പെൽച്ചക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും. അഫിയ മതി ഈയും അജുവതും പോയിക്കോ, എന്നിട്ട് കൊണ്ടുവരാൻ നമുക്ക് പിന്നെ പോവാ. ആയിക്കോട്ടെ, അങ്ങനെ മതി. എനിക്ക് ഷോപ്പ് മനസ്സിലായാ? അല്ല, അവിടെ ഇല്ല. പൂക്കോട്ടുമ്പടുത്ത് മഹമ്മദിന്റെ ഷോപ്പിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഗ്യാരേജിന്റെ അവിടെ മലബാർ പുതിയ വന്നിട്ടില്ല, അതിന്റെ അപ്പുറത്ത്. ഓക്കെ 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 അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും ആ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആ ഒരു വ്ളോഗ് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയും കോളാ. ഹലോ, ബോക്സിംഗ് ക്ലാസ്സില് അടിയുണ്ടോ? അല്ല, ഞാൻ തുറന്നിട്ട് ഇങ്ങോട്ട് വരും, ഞാൻ വരും. കാരണം അവിടുത്തെ ഫുഡ് എനിക്ക് പറ്റൂല. ബിരിയാണി ഒക്കെയാണ് അവിടെ ജസ്റ്റ് തലാട്ടി തുറന്നു പോരും. ബോക്സിംഗ് ക്ലാസ്സിലാ. അപ്പൊ സുഹൃത്തുക്കളെ, ബാസിൽ ഇതാ എന്നത്തെയും പോലെ ഓൺ ടൈമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളൊരു സാധനം വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 കോൾ വന്നിട്ട് വ്ളോഗിന്റെ തുടക്കം തന്നെ ആകെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പം 10 അവർകൾ നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിലിപ്പം ആരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി പോയി? ലിയ ഭക്ഷണം ഉണ്ടാക്കി പോയി. ലിയ ഇറാനി പോള ഉണ്ടാക്കി. നജ്മിയും ഇഫ്രീം വന്നിട്ട് സമൂസ ഉണ്ടാക്കി. നമ്മൾ 3-4 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഷവായ ഉണ്ടാക്കി. എന്റെ ഫോൺ ഇതിന്റെ തോട്ട് കയറി. ഇല്ലേ? അപ്പം ഇന്ന് ഇത്രയും പേര് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പൊന്നാനിയിൽ നിന്നും പൊന്നാനിത്തെ എല്ലാ തനത് ഡിഷുകൾ അറിയുന്ന, അതായത് ഓൾറെഡി കുക്കിംഗ് ഫീൽഡിൽ ഒരുപാട് കാലത്തെ പാടമുള്ള, കൊച്ചിയിൽ താൻ ജീവിച്ച ടൈമിലും അതുപോലെ കോഴിക്കോട് താൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ടൈമിലും ഏറ്റവും കൂടുതൽ സെൽഫ് കുക്കായിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു പാത്തു ഉണ്ടാക്കി കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് ആ ഒരു ഡിഷ് വരിക? പൊന്നാനിക്കാരുടെ ആ ഒരു പ്രൗഢി നിലനിർത്തുന്ന, അല്ലെങ്കിൽ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള പൊന്നാനിയുടെ തനത് ട്രഡീഷണൽ, അതായത് എന്താ പറയാ, പരമ്പരാഗതമായി പൊന്നാനിക്കാർ കൈമാറി വന്ന ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഹെൽത്തി ഫുഡ് എനിക്ക് വേണ്ടോ? ഹെൽത്തിനാണ് എന്നും തിന്നണത്. ഈ ഹെൽത്തി അല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കിയ ഉപ്പും അതാണ് പാളിയാലും ഹെൽത്തി എന്ന് പറയാ. ഉപ്പൊന്നും കറക്റ്റ് ആവണമെന്നില്ല. ഹെൽത്തി അങ്ങനെയാണല്ലോ. ഉപ്പുണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല, മസാല ഉണ്ടാവില്ല. മസാല പൊടിച്ചിട്ടില്ലേ ഹെൽത്തി, ഉപ്പില്ലെങ്കിൽ ഹെൽത്തി. ചെറിയ മസാല കൂട്ടുണ്ടാവും. എന്തുണ്ടാക്കാൻ പോണ ഒരു റോള്, ഒരു ചപ്പാത്തി റോള്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വരുന്നത്? അതില് ബ്രക്കോളി, ക്യാരറ്റ്, ചിക്കൻ, മഷ്റൂം, പനീർ ഒക്കെ മറ്റേ ഇതാണ്. ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഇത്രയും വില മുടക്കിയിട്ട് ശരിയാവേണ്ടതാണ്. കാരണം ഞാൻ ഡെയിലി കുക്ക് ചെയ്ത് കഴിക്കലുള്ള സാധനമാണ്. ഡെയിലി ഉണ്ടാക്കലുണ്ട്. നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ ഒരു ഇതാണോ? റോളാണോ? വല്ലപ്പോഴും കഴിക്കാറുണ്ട്. വല്ലപ്പോഴും കുക്ക് ചെയ്ത് പക്ഷെ എനിക്കുള്ള ക്വാണ്ടിറ്റിയില ഉണ്ടാക്കല്. ഇത് വലുതാവും എന്താന്ന് എനിക്കറിയില്ല. ഇതിപ്പോ ഒരു 10-12 ആൾക്കാർക്കുള്ളത് കുക്ക് ചെയ്യണ്ടേ. അപ്പൊ എനിക്കൊരു കണക്കൊന്നും അറിയില്ല. ഉമ്മാന്റെ സഹായം വേണ്ടി വരും. ഉമ്മാന്റെ സഹായത്തോടെ ചെയ്യേണ്ടി വരും. അറിവിന് എത്ര ഇടണം, എന്താക്കണം വേണ്ടി. അഫി എന്താ പറയണ?
പക്ഷെ നിങ്ങൾ ഇതുവരെ ചെയ്തു വെച്ചിട്ട് ഇന്നത് ഇളക്കരുത് കേട്ടോ. എന്ത് അത് ഞങ്ങൾ ഇളക്കേ അളക്കല്ലേ? ഹൈക്രോസിലോ? ഹൈക്രോസിൽ എണ്ണല്ലാന്നോ? ഹൈക്രോസിൽ എണ്ണ ഉണ്ടല്ലോ, അത് ഇത് കാണിക്കുള്ളൂ. ഡിസയർ അവിടെ ഉണ്ടോ? ആ ഡിസയർ കൊണ്ടോണ്ടാ, ഇത് കൊണ്ടാ മതി, ഹൈക്രോസ് കൊണ്ടാ മതി. ആ ആ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് 5 മൈലല്ല. ഓക്കെ എന്ത് നോമ്പറക്കാൻ പോണേന്റെ മൂട്ടിലാണോ സാധനം വാങ്ങിക്കാൻ പോവാ? ഞങ്ങള് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആണ് ഇപ്പൊ. ഞാൻ അത്ര സ്പെഷ്യലൈസ്ഡ് അല്ലേ, ഞാൻ കുറച്ച് സ്ലോ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാലോ, പറഞ്ഞിട്ട് കഴിച്ചാൽ മതിയോ? ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ് അല്ലേ, ഹെൽത്തി ഡിഷ്. ബാസിൽ വരുന്നുണ്ട് കേട്ടോ. ബാസിൽ ഇന്ന് ഇന്ന് ആരാ ഉണ്ടാക്കണോ ചോദിച്ചു. പാത്താണ് നമ്പർ. അല്ല ഞാൻ ഇന്ന് ഇവിടെ തുറക്കാല്ല, ഞാൻ വേറെ സ്ഥലത്ത് തുറവിണ്ട്. വാസില് ഒറ്റടിക്ക് വാസില് പാത്താണ് ഉണ്ടാക്കണ പറഞ്ഞപ്പോ അയ്യോ. ഇപ്പത്താ നിങ്ങളെന്താ ഉണ്ടാക്കുക? ഞാനാ വൈക്കില്ല. അല്ല ഞാന് നെയ്ച്ചോറും ചിക്കൻ കറി. ഇന്നോ? ഇന്നോ അയ്യോ ഇന്നല്ല, പാത്ത് ഹെൽപ്പ് ചെയ്ത്. പാത്ത് കുറച്ച് സ്ലോ ആ, അപ്പൊ നോമ്പ് തുറക്കാനാകുമ്പത്തേക്ക് ആവണമെങ്കിൽ ഒരാള് കൂട്ടിന് വേണം. എല്ലാം അയിമണ്ട് കൂടിട്ടോ രണ്ടാളും ഒറ്റ ഡിഷ് രണ്ടാളും അല്ലേ. അപ്പൊ എവിടെ നോക്കിയാ പോണേ? നമ്മളാൾക്കാരെന്നെയാ. ഞാൻ ആരാ എന്തൊക്കെ കാട്ടിയേ വാസിലും നബീലും. നബീലേക്കാരാ ട്രിക്ക് കൊടുത്തേ ബാസിലിന്. ഇതിലാണ് പോയിക്കോ, ആൾ വെട്ടിച്ചിട്ട് അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് എടുത്ത് ഇറങ്ങണം. അങ്ങനെ ഞാൻ പോലെ ഇറങ്ങണം ബാസില. ഈ ബാസിലും തന്നെ എത്രയും കാലം ഓട്ടി പരിചയമുള്ള ബാസിൽ നബീലിന്റെ ഇത് കേട്ടിട്ട് കുറെ മണ്ടത്തരങ്ങളിൽ പോയി പെട്ടിക്കണേ നമ്മള്. കുറെ റൂട്ട് ടോള് കട്ട് ചെയ്യാ, അത്ര കിലോമീറ്ററിൽ ഇറങ്ങണ്ടല്ലോ, പോയി റോഡിന്റെ അവസാനം എത്തിയോ, എന്നിട്ട് അതേപോലെ തിരിച്ചു വന്ന് ടോളിൽ കൂടെ തന്നെ പോകേണ്ട അവസ്ഥ വന്നിക്കണേ. അല്ല ടോള് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഫുള്ള് ഫാസ്റ്റ് ടാഗും എല്ലാം ഉണ്ട് എല്ലാവർക്കും. ഓൻ്റെ ഒരു ട്രിക്ക് ടോള് കട്ട് ചെയ്യാ. ഓനപ്പം തോന്നി ടോള് കണ്ടപ്പോഴോ ഒന്ന് ടോള് കട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രത്യേകത ജീവിതമാണ് നബീലിൻ്റെത്. എന്തെത്ര തിരക്കങ്ങടിയില്ല ഇതൊക്കെ ജനങ്ങളല്ലേ നമ്മളിതിലേ പോവും. വീണ് വരികയാണ്, ഫുൾ മുറിയാണ്. എന്നിട്ടും മോനെ ഇത് പഠിച്ചിട്ടില്ല. ഒരു വീഴ്ചയിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കണം. അങ്ങനെ പഠിക്കാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. ഡ്രെഡിന്റെ മരത്തിൽ കുട്ടിപ്പടുണ്ട് മമ്പാട്. അതന്നെ ഞങ്ങൾ ഡ്രെഡ് സാധനം സമൂസ വാങ്ങുന്നുണ്ട്. അല്ല ഞാൻ ഇത് ഡ്രെഡ് എന്ന മമ്പാട് സാധനം വാങ്ങില്ല. നബീലും പറഞ്ഞേ ആ ഡ്രെഡ് സമൂസ വാങ്ങണ് പറഞ്ഞേ. രാത്രി ഞങ്ങള് പോവല്ലേ? നിങ്ങളൊന്ന് പോവല്ലേ? നമുക്ക് തിരയില് നോമ്പറ കേൾക്കാം മറ്റന്നാളെ വ്യാഴാഴ്ച. പോയി വന്നാ പോരെ, ഈസി. ഇപ്പുറത്തന്നെയാണ് നിലമ്പൂരങ്ങാടി. 60 കിലോമീറ്റർ ഉള്ള ഭാഗത്ത് നമുക്ക് നിലമ്പൂരങ്ങാടി. സോറി അപ്പൊ നമ്മൾ ചിരിച്ചു നോക്കാം. അങ്ങോട്ട് നല്ല ടൈറ്റ് ഇട്ട് നോക്കുന്ന ആൾക്കാരോടില്ലേ ചിരിച്ചാ മതി. എന്താ അപ്പൊ ഒന്നലിയോ അതിലും അലിഞ്ഞിട്ടില്ലേണ്ടല്ലോ കൂടുക. ഇന്ന് തിരക്കമ്പിയാലോ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. നേരത്തെ ഫുൾ വണ്ടികളാവണ്ടാണല്ലോ. നല്ല ആൾക്കാരൊക്കെ നോമ്പിനോടെ സാധനം വാങ്ങി പോയി ഇറങ്ങിക്കൂടി. അപ്പൊ ഇതിക്കുള്ള മസാല എന്ത് മസാല ഉണ്ടാവുക ഭാഗത്തോ? കുരുമുളക് മാത്രം. ഇല്ല ഇങ്ങനെയാണ് ഇവള് വൻ വളവില് ബുദ്ധി കളിച്ചാണ് ഇവള്. ഇതാ കുറച്ച് മസാല വേണം കേട്ടോ ഭാഗത്തോ. 2 ഡിസ്കൗണ്ട്. കുറച്ച് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ.
വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചിട്ട്. ഹലോ അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യ സാമഗ്രികൾ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങുകയായി. ഇതൊക്കെ നമ്മൾ മുമ്പ് വാങ്ങി തന്നെയാണ്, നമ്മൾ കാണാത്ത ഐറ്റംസ് ഒന്നുമല്ല തോന്നുമ്പം നമ്മളിതൊക്കെ കാണിച്ചിട്ട് ഹെൽത്തി ആണെന്ന് ഞെട്ടിക്കുകയാണ്. നമ്മൾ നോമ്പ് 20 വരെ ഇതൊക്കെ തിന്നാൻ തന്നെയാണ് ജീവിച്ചത് കേട്ടോ. ഇവിടെ വലിയ സംഭവം ലെത്തൂസൊക്കെ വലിയ സംഭവമായിട്ട് വാങ്ങുന്നുണ്ട്. സംഭവം യുഗ പിന്നെ ഒരു ബ്രൊക്കോളിൻ്റെ പീസും വാങ്ങി 4 ക്യാരറ്റും വാങ്ങിക്കണ്ടോ. തൊള്ളേക്ക് വെക്കാൻ പറ്റണ ഒരു സാധനമാണെന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നണില്ല. കുറേ ക്യാരറ്റും ഒരു ബ്രക്കോളിയും 4 ലെത്തൂസും ഉണ്ട്. ആ തൊള്ളേക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഇന്നത് വരും എന്ന് എനിക്ക് തോന്നണില്ല. നബീലെന്താ ഇതൊക്കെ തപ്പണ്? കുട്ടികളെ നിപ്പിളും ഇതൊക്കെ മിൽക്ക് മേഡ് നല്ലത്. കുട്ടികൾ പാൽ കുടിക്കുന്ന സാധനമാണ്. അതിന് നബീലിന് നബീൽ ഇപ്പൊ തന്നെ റേറ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കാക്ക കൊണ്ടടി കൊണ്ടോ സാധനം നോക്കിയതല്ല, റേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി എന്താ പനീറാ? ചിക്കൻ ബർഗർ പട്ടി വേണോ? ബർഗർ പട്ടി, മലായ് പനീർ ക്യൂബ്സ് വാങ്ങി കൊടുത്തോക്ക്. ആ മേലതാ വലുത്. മേലതാ വലുത്. നമ്മള് കുറച്ചല്ലോ, കുറച്ച് പേരുള്ളൂ. ആ എന്നാലും ഹെൽത്തി ആണെങ്കിൽ ഞങ്ങളൊക്കെ തിന്നോ. നല്ലത് എടുത്തോ, നല്ലത് എടുത്തോ, അത് കട്ട് ചെയ്യാം. നല്ലത് തന്നെ എല്ലാം, പക്ഷെ വലുത് എടുത്താ പറയാ. ഓക്കെ, പനീറിന്റെ ഒരു പാക്കറ്റ്. അല്ല എല്ലാം ബില്ലാക്കണ്ട, ഈ സാധനങ്ങൾ ബില്ലാക്കിയാണ്. മഷ്റൂം ഉണ്ടോ അവിടെ? മഷ്റൂം വെച്ചിട്ട് നമ്മൾ നോമ്പിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആഫിയ അവിടെ ഇല്ല, എന്നാ വീട്ടിൽ കൊണ്ടുവരാം, നമുക്ക് രാത്രി കഴിക്കാം. എന്താ സംഭവം? അത് പൊട്ടിച്ചാൽ മതി. ഫോട്ടോ എടുക്കണം, അതിരിക്കാം. ഒരു ഇനി നോമ്പുണ്ട് കാണാ. എന്താ സംഭവം? ടിഷ്യൂ പേപ്പർ ആണല്ലോ. പണ്ടത്തെ ഒരു ആഗ്രഹം പരസ്യം കാണും, ഈ സോപ്പ് കൊണ്ട് കുളിക്കണം. ബേബി സോപ്പല്ലേ? ഇതിന്റെ ഒരു പരസ്യം ഉണ്ടായിനി, കുട്ടീനെ ഇങ്ങനെ കുളിപ്പിക്കണം. കുട്ടീന്റെ ഇവിടെ ഇങ്ങനെ വെള്ള കുറ്റി നിൽക്കണം. സോഫ്റ്റ് കുട്ടി. മനസ്സിലായി. കുറച്ചിങ്ങനെ ഒരു മിനിസ്റ്റല്ല കുട്ടികളുണ്ടല്ലോ. നബീൽ എന്താ വെച്ചാലേ, ഈ നബീൽ ഇങ്ങനെ പ്ലാൻ വെച്ചാല് പട്ടികളെ സോപ്പിനൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പം ഷോപ്പിൽ ഇനി കുട്ടികളെ സോപ്പ് ഇറക്കിയിട്ട് നല്ല അത് ടാലിയൊക്കെ മാറ്റാനുള്ള ചെക്കിങ് ആണ് ചെയ്യണത് നബീൽ. ഞാൻ ആ സാധനം നോക്കിയതാ, സോപ്പ് അല്ല പട്ടികളെ സോപ്പിന് പെരു റേറ്റാ. കുട്ടികളെ സോപ്പിനാണ് റേറ്റ് കുറവ്. നബീൽ ജോൺസൺസ് ബേബിന്റെ ഒക്കെ ഡോഗ് സോപ്പ് എന്നൊക്കെ പണ്ട് ഇവിടെ പ്രിന്റ് അടിക്കും. ഇത് തേച്ചാല് ഡോഗ് മിൽക്ക് സോപ്പ് നമ്മൾ തേച്ചാൽ അടിപൊളിയാണ്, പക്ഷെ നല്ല വില അത്ര വില ഒന്നുമില്ല, സാധാ വില തന്നെ ഉള്ളൂ. എന്താ എല്ലാം കഴിഞ്ഞാ? എന്നാ പോവാ, ലെറ്റ്സ് ഗോ. മോൺസ്റ്ററൊക്കെ കുടിച്ചണമെന്നുണ്ട്, പക്ഷെ നോമ്പ് കാലത്തൊന്നും നടക്കൂല. മോൺസ്റ്ററൊക്കെ കുടിച്ചാൽ കട്ടാവും നോമ്പിനൊക്കെ. പോവല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ സാധനങ്ങളെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പോവാം, വാ വരൂ, കടന്നു വരൂ, എടുത്തടാ. നിങ്ങളെന്താ വൈ കിട്ടാൻ നിൽക്കുക? ഷോട്ട് ഇവിടെ റീലെടുത്തോണ്ട് നിൽക്കണേ. റെഡിയില്ല എടാ, ഓന്ത പെണ്ണിന് മെസ്സേജ് അയച്ചിക്ക. ഇവിടെ ഇത് ഷോട്ട് എടുക്കാൻ റെഡി ആയിക്കാ.
മോളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, കുറച്ച് തിരക്കില്ല. ഇക്കച്ച് റീല് ഷൂട്ട് ചെയ്യാം. അവിടെ എന്താ ഒരു ഷൂട്ട് ചെയ്യാം? ആ വാ. മാംഗോ പൾപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കുറെ സംഭവങ്ങൾ. നമുക്ക് നമ്മളെ നോമ്പറവിക്ക് ഇതൊക്കെ ഇറക്കട്ടോ. എന്തൊക്കെ ഉണ്ടാക്കാം നമ്മള്? എന്നാ ആക്ക പറയും. നമ്മളെ നോമ്പറവിക്കില്ലേ നമ്മളെന്നെ സാധനം ഉണ്ടാക്കാന്നുള്ള മോഡൊക്കെ കേട്ടോ. അങ്ങനെ സാധനങ്ങള് അപ്പൊ നേരത്തെ എത്തണം. ഇവല് വന്നലമ്പാട്ടോ. വീഡിയോ കിട്ടിയോ? സാധനം വാങ്ങാം. ആകെ 2 സാധനം കൂടി വാങ്ങി, ഹെൽത്തി കുൽറ്റി എന്ന് പറഞ്ഞിട്ട്. പണി ഭയങ്കര പണിയും. സോപ്പ് ഇമ്മച്ചിന്റെ സോപ്പ് ഇടാനുണ്ട്. സോപ്പ് ഡിഷ് ഉണ്ടായാലോ? അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ മാക്സിമം സോപ്പിലാണ്. ഹായ് ബ്രോ. ഹായ്. എന്താ ഓ ഫോട്ടോ എടുക്കാം. മൈസൂരിനാ? മൈസൂർ എവിടെ? മൈസൂർ ഉദയഗിരിന്ന് നമ്പർ കിട്ടുമോ? നമ്പറാ നബിലെ ആണ് നമ്പർ കൊടുത്താ. നബിലെ ഒരു നമ്പർ കൊടുത്ത. നമ്പർ എടുക്കാം. ഓൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓനെ വിളിച്ചാൽ എവിടെ ഇപ്പം ട്രാവൽ ചെയ്യലുണ്ട്. മൈസൂര്, ഊട്ടി, മൈസൂര്. കർണാടക ഹായ്. പഴന കാർ മ്യൂസിയം അവിടെയൊക്കെ നടക്കിടക്ക് വരും. കാറല്ല ഇഷ്ടമാണ്. നിങ്ങളാ സൈഡാ? നെക്സാ മാളോ? ശരി. ഇത് ഓൻ്റെ നമ്പറാണ്. എപ്പോൾ വിളിച്ചാലും കിട്ടും കേട്ടോ. 24 hour അവൈലബിൾ ആവും ഈ നമ്പർ. 99 ഞങ്ങൾ കൊടുന്ന ആൾക്കാരെവിടെ? അത് നിൽക്കണ അവിടെ റീലെടുത്ത് നിൽക്കല്ലേ പറയും. ഇത് മഗ്‌രിബിനാവണ്ടേ? വൻ ഷൂട്ടിങ് ആട്ടോ പോലെ. പോണ്ടേ? അതിന് വണ്ടി കളിച്ചു. അർഷാബാദൊക്കെ ഇവിടെ വന്നിട്ട് ആകെ നിലയും വലിയ അതിൽ അങ്ങോട്ട് പായുണ്ട്, അങ്ങോട്ട് പായണ്, ഇങ്ങോട്ട് പായണ്. വരിയടാ മതി. അങ്ങനെ റീല് ഷൂട്ട് ചെയ്യലല്ല. എന്താ അറിയോ, റീല് ഷൂട്ടാവും. മാരിമിന് ഫുഡ് വരും. ജാമ്യമാര് നമ്മൾ ഇത്രയും കാലം ജാമ്യമിൽ അലമ്പാക്കിയില്ലട്ടോ. വേമ്പാ മതി മതി മതി. അങ്ങോട്ട് 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 അങ്ങോട്ട്. 2 ഫോണിൽ 2 സെൽഫിയാ? എന്താണ് അതിന്റെ ഒക്കെ ഒരു ലോജിക്ക്? വാ വാ വാ. കഴിഞ്ഞില്ല. എപ്പോ തുടങ്ങി ഞങ്ങള്? അപ്പൊ ചപ്പാത്തി ചിക്കൻ ക്യൂബ് മഷ്റൂം എന്ന് കുറെ സാധനം വേസ്റ്റ് ആവും തോന്നണേ. ഒലിവ് ഓയിലവിടെ പെരയിലുണ്ട് 4 കുപ്പി. ഹായ്, എവിടെ? എന്താ വർത്താനം? ഇത് കണ്ടോ ജി? രണ്ടാമതൊന്ന് ചിക്കൻ പെരയിലുണ്ടോ? ഉമ്മച്ചി വിളിച്ച് ചോദിച്ചു നോക്കി. ഉണ്ടാവട്ടെ അവിടെ.
ചെസ്റ്റ് പീസോ? ബ്രസ്റ്റ് പീസ് അതിനെ ഉള്ളത്. ബ്രസ്റ്റ് പീസും ചെസ്റ്റ് പീസും ഒക്കെ ഒന്ന് തന്നെ. നല്ല ടീമാ. എന്തുണ്ടാക്കണതിനെ കുറിച്ച് ഒരു ബോധമില്ല. ആ അല്ല, ഉമ്മച്ചിനെ വിളിച്ചു നോക്കി, ചിക്കൻ ഉണ്ടോ വീട്ടില്? എന്താ വിശേഷം? നോമ്പായിട്ട് തിരക്കന്നെ ഈ ടൈമിലല്ലേ? ആ 9-4. അപ്പോൾ സുഹൃത്തുക്കളെ, 3 ആള് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇവിടെ വീട്ടിൽ വന്ന് ചേർന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന 3 പേരാണ്. ഇങ്ങോട്ട് വരൂ, ഇവിടെ വരൂ. നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? പിരിവിന് ഇവിടെ വന്നു. സക്കാത്ത് പൈസ കൊടുക്കുന്ന ടൈമായാ? രണ്ടാക്കും 20 വേണം. അപ്പൊ എത്ര വേണം? എനിക്ക് പൈസ ഒന്നും വേണ്ട. ഇങ്ങക്ക് 2 വെച്ച് തരണം. ആഫീഫ് ടേക്ക് 2 ഡബിൾ 20. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ സ്കൂളത്തെ പിരിവാര് ഡെയിലി സ്കൂളത്തെ കുട്ടികളെ മൊത്തം ഇങ്ങനെ വന്ന് ഇവിടെ പിരിച്ചു പോവാ? ഞാൻ ഇവിടെ 5ാമത്തെ ആക്കാൻ പൈസ കൊടുക്കണം. അതാ ചോദിച്ചതേ. സെയിം പിരിവ് കുട്ടികളുടെ അടുത്ത് മൊത്തം കൊടുത്തുവിട്ടേക്ക. ഈച്ചോ, ഇതെന്താ അറിയോ, സ്കൂളത്തെ പിരിവാണ് വാർഷികത്തിന്റെ. അപ്പൊ ഓരോ കുട്ടികളെ ഇന്റർവെല്ലിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിരിവിന്. ഇതിപ്പോ 5ാമത്തെ ആളാ വരുന്നത്. ഇവക്ക് 20, ഇവക്ക് 20 മതിയാലോ. ഏറ്റവും കൂടുതൽ പൈസ സ്കൂളിൽ കൊണ്ടു കൊടുക്കണ ആൾക്ക് എന്താ കിട്ടുക? അപ്പൊ ടാബ്ലറ്റ് കിട്ടാനുള്ള കളികളാണ്. ഫുഡും ബാറ്റും കിട്ടോ? നോമ്പുണ്ടാക്കി നോമ്പുണ്ടാക്കി റേഞ്ച് വേണ പോലെ. നിങ്ങൾക്ക് ഇന്ന അറിയോ? ആരാ? ഇതോ സ്റ്റീല്. ഇതോ എന്നാ കൊടുക്കണ പൈസ കൊടുക്കി. ആ ഗൂഗിൾ പേ എടുത്താണി ഇട്ടാണി ഒരു പൈസ 10 രൂപ. എന്നാലും ഇതിലൊരു ഗൂഗിൾ പേ വെക്കണം. നിങ്ങള് 20 ഉറുപ്പിന്റെ അപ്പുറത്ത് ബിസ്മില്ലാന്ന് എഴുതിക്കണേ. ബിസ്മില്ല 20 തരാനോ? കിട്ടി. സ്കാൻ ചെയ്യട്ടെ? ഈ പൈസന്റെ ഇവിടെ സ്കാനർ ഉണ്ടാവും. ഇത് തരി. ഇതിമ സ്കാനർ ഉണ്ടാവുന്നേ. സ്കാൻ ചെയ്താ വേറെ പൈസ ഉണ്ടോക്കട്ടെ. വേഗം പോന്ന സക്കാത്തും പൈസന്റെ ടൈമായി. വേഗം പോരി. ഉണ്ടോക്കട്ടെ. ഇത് സ്കാൻ ചെയ്താ ഞമ്മളെ ഇത് സ്കാൻ ചെയ്യാൻ പോവാ. ബാസിലെ സ്കാൻ ചെയ്യട്ടെ. ഓലെ പൈസയാണ്. സ്കാൻ ചെയ്യണം. സ്കാനായി. ബാങ്കിൽ ഓട്ടോമാറ്റിക് മെട്രോണോമിക് സിസ്റ്റം ആണ് നിങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത്. എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, എന്റെ പൈസ ഇത് എനിക്ക് കിട്ടൂലല്ലോ. ഇത് സ്കൂൾ പോകൂലേ? സ്കൂളിന്റെ ഇപ്പൊ വെറുതെ കഷ്ടപ്പെടേ. AUP സ്കൂൾ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് സ്കാൻ ചെയ്യട്ടെ. നീതി വേണം. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കണം എന്താ വെച്ചാല് 3 ആളെ സുഹൃത്തുക്കളെ 3 ആളെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു സേഫ് ആയിട്ട് അക്കൗണ്ടിൽ സ്കാൻ ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് സംഭവം ചെയ്തിട്ടുള്ളത്. പക്ഷെ കൂടുതൽ ഇപ്പൊ സ്കാം ചെയ്യാൻ പോവാണ്. സ്കാം ചെയ്യാൻ പോവാണ്. റെഡി 1 2
അപ്പൊ പെരേതിന് മനോട് ചോദിച്ചാ മെസ്സേജ് പൈസ 30 റുപ്പി ക്രെഡിറ്റ് അടിച്ച് യുവർ അക്കൗണ്ട് 30 റുപ്പി ക്രെഡിറ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. യുവർ അക്കൗണ്ട് 30 രൂപ ക്രെഡിറ്റ് അടിച്ചു AUP സ്കൂൾ പൂക്കോട്ടുംപാടം വാർഷികം അക്കൗണ്ട്. ആ വാർഷികത്തിന് പുതിയ അക്കൗണ്ട്. ഞാൻ കണ്ടു. നമ്മളെ പൈസ ഒരു കാര്യം ചെയ്യട്ടെ, അക്കൗണ്ട് കയറിയത് തിരിച്ചിടട്ടെ. ഒരു രൂപ കൂടി എടുത്തടാ. 2 പേര് തിരിച്ചിടാൻ പറയും അക്കൗണ്ട് കയറിയത്. അനിയോ അക്കൗണ്ട് കയറി തിരിച്ചിടാൻ പറയും. ഇറങ്ങം കെട്ടവരെ എന്തെങ്കിലും തിന്നാനുള്ള പൈസ കൂടി തന്നിട്ട് പോടാന്ന്. ഞാനില്ലേ എന്താണ് നിങ്ങൾ ക്ലാസ് ചെയ്തത്? എങ്ങനെയാണ് ക്ലാസ് ടീച്ചർമാരിക്കണേ? ഏത് ക്ലാസ്സാണ് നിങ്ങള്? എത്ര ക്ലാസ്സിലാണ്? ഇപ്പളോ സ്കൂൾക്ക് ഒരു 30 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ഡീല് പറയാം. ഞാൻ ഒരു ഡീല് പറയാം. ഞങ്ങൾക്ക് പൈസ തരും, അത് സ്കൂളിലത്തെ പിരിവക്ക് കൊടുക്കരുത്. അത് പിരിവിനുള്ള പൈസയല്ല, അത് നിങ്ങൾക്ക് പേഴ്സണലി ഷവർമ ഷവായ വാങ്ങി തിന്നാനുള്ള ഒരു പൈസയാണ്. അത് ഓക്കെ ആണോ? അത് ഡീലല്ലേ? അതൊരു നല്ല ഓപ്ഷൻ അല്ലേ? 20 റുപ്യക്ക് ഷവായ പൈസ അങ്ങനെ ചില്ലറ പൈസ പറഞ്ഞു. തിരിച്ചിങ്ങോട്ട് സ്കാം ചെയ്യാൻ തുടങ്ങിയോ? നമ്മളിപ്പോ നമ്മളെ സ്കാം ചെയ്തോല്. ഇത് സ്കൂൾക്കുള്ള പൈസ 50 റുപ്യ നമ്മള് തന്നു. അടിച്ചാണ്ട് പൊളിച്ചു കളയാം. എണ്ണനറിയാത്ത നിങ്ങളൊക്കെ ആരാ പിരിവിനിട്ടേ? പോടി, 5 പൈസ കൊണ്ടടി, 5 പൈസ തന്നടി. നിങ്ങളെ എവിടെയോ സ്ഥലം? മൈറ്റി എന്താ? പള്ളിന്റെ ഓണർ കൂട്ടിയോ? പള്ളിന്റെ ഓണർ പഠിച്ചവനാണല്ലോ. ഞാൻ പറഞ്ഞു ഇവന് 3 ചാനൽ അതിന്റെ ആൾക്കാരുണ്ടോ? തുടങ്ങി പോയതാ, അടിച്ചു പോയതാ. അത് നന്നായി. യൂട്യൂബ് മുളയിലേ എന്താരോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ വരുമാനം തന്നിട്ട് അങ്ങനെ വിജയിപ്പിക്കണ്ടെന്ന് യൂട്യൂബ് വിചാരിച്ചതാണത്. ഞാൻ പറഞ്ഞ ഡീൽ എന്താ വെച്ചാല്, സ്കൂൾക്ക് 30 രൂപ, ഇങ്ങക്കൊരു 300 രൂപ. പക്ഷെ ഇത് ആരറിയാൻ പാടില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ, ഇത് സാർമാരും അറിയില്ല, എവിടെയും വരാൻ പോണില്ല. നമ്മള് മെമ്മറീസിന് വേണ്ടി എടുത്തക്കണാണ്. ഈ വീഡിയോ എല്ലാ ടീച്ചേഴ്സിനും ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ഇടും. നമ്മളെന്ത് ചെയ്യും? നിങ്ങൾ ടീച്ചേഴ്സിന്റെ പേര് പറയും. സഫ്വാൻ ടീച്ചർ. സഫ്വാൻ സാറിനെ ഞാൻ അപ്പടെ വിളിച്ചേപ്പിച്ചു. സഫ്വാൻ സാറ് ഹൈഡായി. പിന്നെ ഹൈഡ് ചെയ്താ എന്റെ ഫോൺ എടുത്താ. ഹൈഡ് ചെയ്താ സഫ്വാൻ ടൈപ്പ് ചെയ്താ. സഫ്വാൻ AUP സ്കൂൾ യൂട്യൂബിൽ അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരത് കാണിക്കാതൊക്കെ ഉണ്ട്. പിന്നെ ഇത് സാറാ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞു. ഫസൽ ഹക്ക്. രണ്ടാമത്തെ ആള് ഹൈഡായി. മാരിക ഹൈഡ്. മാരിക. ഷാമില വിജിത. 2 3 4 ഷാമില. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷാമില, വിജിത, ഫസൽ ഹക്ക്, മാജിദ, സഫ്വാൻ. ഇതേ എനിക്കെന്താ മെച്ചങ്ങൾക്ക് 100 രൂപ തരുന്നേല്? ഇതെന്താ ഡീലറിയോ? പിരിവിന്റെ മറവില് റിയാലൊക്കെ ഉണ്ടോ? ഇതങ്ങ സൗദിയിൽ പിരിപ്പിച്ചാ? സൗദിയിൽ പിരിവുണ്ടോ? 5 രൂപ ഏതോ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട 5 രൂപ. നമുക്ക് ടോസ് ഇട്ടോ, അതിൽ ആരാ ജയിക്കാൻ നോക്കാം. അയ്യോ 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 കാണാനില്ലേ? ഓന്റെ അടുത്തില്ല, ഓന്റെ അടുത്താണ്.
പട്ടിണി അയച്ചിടാണ്. അപ്പം ഈ ഡീല് ഞാൻ പറഞ്ഞ ഡീല് നിങ്ങൾ കേൾക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് മെച്ചമുള്ള ഒരു പരിപാടി പോലും നിങ്ങൾ കേൾക്കണില്ലത്. അതായത് സ്കൂൾ പിരിവയ്ക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കണില്ല. പകരം ആളും അങ്ങക്ക് എല്ലാവർക്കും എന്തൊരു ഈ ഓട്ടക്കൈകൾക്കാണല്ലോ പിരിവ് നടത്തുന്നത്. പൈസ ചാടിയിട്ട് ഇങ്ങനെ ഇതെങ്ങനെ ഫുള്ള് റോഡ് കൂടെ കയറാം. ശരിക്കും സ്കൂളിൽ പിരിവ് നടത്തുന്ന ആൾക്ക് എന്ത് ചെയ്താൽ മതി? ഇവര് പോയ റൂട്ട് കൂടെ പോയാൽ മാത്രം മതി. കാരണം അത്രയും പൈസ ചാടി സ്കൂളിൽ വാർഷികം നടത്താൻ പൈസ നടത്താൻ കിട്ടും. ഒരു കേസ് എടുത്തു പറഞ്ഞ ഡീല് മനസ്സിലായോ? അതായത് പൈസ ഇല്ലല്ലോ, ഇതല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഷവർമന്റെ പൈസ നിങ്ങൾക്ക് തരും. പക്ഷെ അത് സ്കൂളത്തെ അതിന്റെ പെണ്ണുങ്ങൾ കൂപ്പെടുത്തിക്കണല്ലോ. ശൈശവ വിവാഹം ഈ നമ്പറൊക്കെ ലീക്ക് ആയിട്ടില്ല. അല്ല ബ്ലോഗിൽ കണ്ടിട്ടുണ്ടോ? വാങ്ങണമെന്നാണ്. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ 40-50 ഒക്കെ തരും. കൊടുക്കടാ. ബാസിൽ കുടുങ്ങി. ബാസിൽ എന്ത് ചെയ്താ 40 റുപ്യന് കോയിൻ അടിച്ച്? അല്ല അടിച്ചാ എന്തൊക്കെയാ കിട്ടുക പറഞ്ഞാണി? ടാബ് കിട്ടും, ഫുട്ബോൾ കിട്ടും, ബാറ്റ് കിട്ടും. ബാറ്റും ബോളും നിങ്ങളെ PT ക്ലബത്തെ ബാറ്റല്ലേ യൂസ് ചെയ്തേ? ഓൾറെഡി ഗവൺമെന്റിന്റെ അടുത്ത് വെച്ച് ബാക്കിയായ ടാബുകളല്ലേ സ്കൂളിൽ? എല്ലാ സ്കൂളിലും അതിനൊന്നല്ലേ? ഇത് രണ്ടും കൂടി കീറിയോണ്ട് 100 രൂപ ചോദിച്ചാളാ. 40 ഇല്ല, എന്താ ചെയ്യാ? ആൾക്കാരുടെ പോയി കണ്ട് കീറുക. ആൾക്കാർക്ക് പോയി അറിയാതെ കീറാം. 500 റുപ്യന്റെ കാർഡ് കീറി എന്റെ പൈസ തന്നല്ല, എന്റെ 500 റുപ്യന്റെ പിരിവ് കിട്ടലാന്ന്. അളവന്മാരാണ് നിങ്ങള് ചോമ്പും കേട്ടോ. എന്നാലും കൊണ്ടാകും. ആണോ? വേലക്കാരി ജാനു ആരാണത്? ഓർഡറിന്റെ തപാൽ ഓഫീസിലെ ആളാണോ? അല്ല നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെ ഇത്രയും ദൂരം താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയത്? സൈക്കിൾ അവിടെ വെച്ചിട്ട് പെടുക്ക് നടന്നു. എങ്ങനെ നല്ല മായാവിയുടെ മാന്ത്രികവാടി പോലും 5000 രൂപ ഇവര് നല്ല ആക്റ്റീവ് കുട്ടികളാണ്. അതുകൊണ്ട് ഇവര് ജീവിച്ചു പോകും. ഭാവിയില് പണിക്ക് വെച്ചില്ലെങ്കിലും പിരിവുകൾ നിങ്ങൾ വിജയിച്ചു പോകും. കാരണം ഒരു സാധനം പിരിപ്പിച്ചെടുക്കേണ്ട എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. കഴിഞ്ഞു. നിങ്ങളിത് വലുതാകുമ്പോ വേണ്ടി വ്ളോഗ് ഒന്ന് കണ്ടോണ്ടിട്ടോ. ആരൊക്കെ നമ്മളെ ചാനൽ കാണലുണ്ട്? സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കാം, ബെല്ലൈക്കൺ അമർത്തിയവരായിരിക്കാം. ഇതിപ്പോ ആർക്കാ കൊടുക്കുക കൺഫ്യൂഷൻ ആണല്ലോ. ഞാൻ എല്ലാത്തിലും ലൈക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇട്ട വ്ളോഗ് എന്താ? ഇന്നതിൽ ആർക്കാ നോമ്പില്ല? ഇന്ന് 3 ആൾക്ക് നോമ്പില്ലല്ലോ. അത് കണ്ടപ്പോ തന്നെ അതല്ല ഇവരെ ഈ പരിപാടി കഴിഞ്ഞല്ലോ. ഓൾറെഡി കഴിഞ്ഞ വാർഷികത്തിനാണ് ഈ പിരിവ്. അതിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവിടുത്തെ ടീച്ചർമാർക്ക് ഡാൻസ് സാറൊക്കെ പിരിഞ്ഞല്ലോ, ചണ്ടൊക്കെ കൊട്ടി സാറിനൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തല്ലോ ഞങ്ങള് കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് 2025 അല്ല 2026 മാറണ്ടോ? ഇജ് കൂറ്റന്മാരെ സ്കൂളിലായിട്ട് പൂക്കോട്ടുമാരെ സ്കൂളിൽ വേണ്ടി പിരിപ്പിക്കണേ. ജോലപ്പോ പോയതല്ലേ? ഞാൻ അനാൻസിന്റെ വീട്ടിൽ കൂടെ ഇറങ്ങുമ്പോ പോന്നതാണേ.
അങ്ങനെയല്ല, ഓള് പിരിവിന് വന്നല്ല, ഓള് അനാൻസന്റെ വീട്ടിൽ കയറപ്പോ വന്നാണ്. നിങ്ങളെ സ്കൂൾ തന്നെ പിന്നെ നറുക്കെടുത്തിന് നമ്മളെ സ്കൂളിൽ പിരിവില്ല, ഈ ബൽക്കന്റെ പിരിവെന്നൊക്കെ. പഠനോത്സവത്തിനൊക്കെ നമ്മള് നാളെ പഠനോത്സവത്തിന് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ വെച്ച് കുട്ടികൾ പഠിച്ചതൊക്കെ ചെന്ന് കണ്ടില്ലേ? നമ്മളെ കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ ഞങ്ങളിങ്ങനെ പൊതു ഇങ്ങനെ പിരിച്ചാൻ വിടില്ല. 10 റുപ്യ മുത്താണ്, മുത്തയ്യ അടിച്ചു പിരിപ്പിച്ച് ഓളൊരീസോളം സ്കൂൾക്ക് വന്നപ്പോൾ കാല് നിലത്തിട്ടുള്ള സ്കൂൾക്ക് വരണ്ടേ അതില് പിന്നെ ഓളാ മടി കാട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ നല്ല ഓളെ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഓളോട് എന്താ പറഞ്ഞ അറിയോ? എനിക്ക് നമ്മളെ സ്വന്തം ആളാ. പേരെന്താ? നിങ്ങളെ പേരിൽ എത്ര ആൾക്കാരുണ്ട്? ഒക്കെ ആങ്ങളാരെ ആൺകുട്ടികളായിക്ക് ലേഖ പെൺതരി. എന്നാ അങ്ങോട്ട് വാജി. പെങ്ങളില്ല ഇവിടെ. മൂന്നാളും ഒന്നിനൊന്ന് വെച്ചാണ്. സംസ്കാരം മൂന്നമ്മക്ക് വെച്ചോ കണ്ട ചിരിച്ചു. പൈസ എടുത്ത എവിടെ എടുത്ത പൈസ അങ്ങോട്ട് കൊടുത്ത് അവസാനം ഇവിടുന്ന് 50 റുപ്യ എക്സ്ട്രാ കിട്ടിയിരിക്കണേ. പക്ഷെ കൂട്ടി നോക്കുമ്പോ 50 റുപ്യ കുറവും. കണക്കൊന്നും എന്താ മൊത്തം ഇവള് മാറി ഒറ്റടിക്ക് ഇപ്പൊ മാജിക് കാട്ടുന്ന ആളാട്ടോ. 10 റുപ്യ അങ്ങോട്ട് തരുന്ന കാണാടുക്കും. മാജിക്കാരനാണോ? പോയിക്കണോ കോളി? നിങ്ങൾ അവിടെ എത്തുമ്പോഴും ഉണ്ടല്ലോ ഈ പൈസ ഒക്കെ പിന്നെ നിങ്ങളെ കയ്യിൽ ഇത് സ്കൂളിൽ നശിച്ചാണ് നിങ്ങളെ പിരിവിന് വിടുന്നത്. ഇവര് പോണ വഴി കൂടെ പോയാൽ മതി. ശരിക്കും സാർമാര് ഇവരെ പിരിവിന് വിടുക. ഇവര് പോണ റൂട്ടിനെ കൂടെ സാർമാര് പോവാ. ഫുൾ ഫണ്ട് അവിടെ ക്ലിയർ ആവും. അപ്പൊ സുഹൃത്തുക്കളെ, 10 വീട് കയറി പിരിപ്പിക്കേണ്ട ഈ ഒരു സമയം, വിലപ്പെട്ട സമയം നമ്മളെ കൂടെ ചെലവഴിച്ച 3 യുവത്വങ്ങൾ. ഇങ്ങോട്ട് തിരിഞ്ഞു, ഇവിടെയാണ് ക്യാമറ. ഞാനത് പിച്ചായിട്ട് തരുന്നില്ല സെക്യൂർ നിങ്ങൾക്ക്. ഒന്നുമില്ല മുത്തേ, ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞ. അപ്പൊ ഇതാ 3 യുവതികൾ നമ്മളെ കൂടെ എത്ര നേരം സ്പെൻഡ് ചെയ്ത 3 യുവതികൾ നമ്മളെ കൂടെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൂറ്റമ്പാറയുടെ മണിമുത്തുകളാണ്. വളർന്നു വരുന്ന യുവതലമുറയാണ് ഈ പിരിവിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേരുകൾ? റിൻഷ, ഹയ ഫാത്തിമ, ഐഷ റന. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ വീഡിയോസ് ഫുള്ള് കണ്ട് എല്ലാ വീഡിയോക്കും ലൈക്ക് ഇടുന്ന ഈ ഒരു പാവം എളിമയുള്ള യുവാക്കളാണ് നാളെയുടെ വളർച്ച. ഇന്ന് കുറച്ച് തളർന്നെങ്കിലും നാളെ ഒരു വളർച്ച ഉണ്ടാവും എന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് സ്കൂൾ പിരിവുക്കുള്ളതല്ല, ഇതിൻ്റെ വക ഓരോരുത്തർക്കും പെരുന്നാൾ പൈസ മുട്ടായി എന്നുള്ള കേട്ടോ. കുറെ തരണമെന്നുണ്ട്, പക്ഷെ കുറെ പൈസ എന്നാലും നിങ്ങളെ പെരക്കാർ ഇന്നെ വിറ്റാക്കും. ഇത് സ്കൂൾ കൊടുക്കരുത് കേട്ടോ. ഇത് സ്കൂൾ പിരിവല്ല. അതില് വെക്കല്ലേ, ഇത് സ്കൂൾ പിരിവിലില്ല. ഇത് ഈ പോക്കറ്റ് വെച്ചാ പോക്കറ്റ് കിട്ടാ, എന്റെ പോക്കറ്റ് കിട്ടാ. എങ്ങനെ ഇത് കൂറ്റമറത്ത് പൈസ ഇവളെ പോക്കറ്റ് കിട്ടോളി വല്ല സെയിം പൈസ. ഓക്കെ, അത് റെഡിക്കാണല്ലോ. ഇവലെ പിരിവിന് വിട്ട എന്തായാലും സ്കൂളിൽ മുതലാവും തോന്നില്ല. അപ്പൊ സെൽമ 10 റുപ്യ എടുത്തപ്പോ 20-ന്റെ 2 ചീട്ട കീറി കൊടുത്ത് എടുത്തോന്ന് 2 കൂപ്പൺ കൊടുത്താ. പിരിപ്പിച്ച് മൊത്തം റോട്ടിലിട്ട് പോവാണ്. 10 റുപ്യ കൊടുത്താൽ 20-ന്റെ കെട്ടും കൊടുക്കുക. കയ്യില് പൈസ അല്ല ഗൂഗിൾ പേ അല്ലല്ലോ നിങ്ങക്ക്.
ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കോണ്ടിട്ടോ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നോണ്ടി. അല്ലടാ ഓല് കണക്ക് കൊടുക്കേണ്ടി വരും. സൈക്കിളോട് വരും ചെയ്യും. ഞാൻ പറയട്ടെ, പേരും അഡ്രസ്സൊക്കെ നമ്മൾ തന്ന പൈസക്കൊക്കെ 3 ആളെ കൂപ്പൺ വരും. നിങ്ങളെ പേരും നിങ്ങളെ നമ്പറും തന്നെ ചെയ്താ അടിച്ചാ നിങ്ങൾക്ക് തന്നെ കിട്ടില്ല. ഞങ്ങൾക്ക് എന്തിനാ ടാബ്? എനിക്ക് വേണ്ടാന്ന്. ഞങ്ങളുടെ അടുത്ത് എഴുതി എന്നിട്ട് ഫോൺ നമ്പർ നിങ്ങളുടെ അതിന് അത് ഓൾക്ക് അറിയില്ല. എന്തോ ഒരു കഷ്ടം. ഇങ്ങനൊക്കെ ഒരു ടാബ് ഇട്ടിക്കോട്ടെ രാജ് നോക്കുമ്പോ ടാബ് എടുത്ത് പോയാ ഒന്നും കൂടി എന്തൊരു പ്രശ്നമുണ്ടോ? ഇല്ല ടാബ് തന്നെ ഗെയിം കളിച്ചിട്ട് ചീത്തട്ടാണ്. ഇനി എനിക്ക് എക്സ്ട്രാ ടാബ് വേണ്ടാന്ന്. ടാബ് കിട്ടുകയാണ് നിങ്ങൾ എടുത്തോളി. അല്ലെ ടാബ് ഇഷ്ടമല്ല ആർക്കെങ്കിലും കൊടുത്തോണ്ടി. പിന്നെ എന്തിനാണ് ഈ പിരിവ്? നിങ്ങൾക്ക് തന്നെ ആവശ്യമില്ല, പിന്നെ ഞങ്ങൾക്ക് അപ്പൊ ആവശ്യം. ഞാൻ ലോകം മൊത്തം പാട്ടാടി നടക്കണം. എനിക്ക് നിങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു പിരിവ് പഠിച്ചു ക്രിക്കറ്റ് ബാറ്റും ബോളും കിട്ടിയിട്ട് ഞാനെ കൊണ്ട് എങ്ങോട്ട് പോവാനാ? എന്തായാലും ഓന്റെ പേര് ഏതാ? നിങ്ങൾ സൽമാൻ എഴുതിക്കോളി. ബാബന്റെ പേര് സൽമാൻ. ആയിക്കോട്ടെ. വന്നത് മെച്ചായോ? അതാ മോളെ ഒരു കാര്യം പറയട്ടെ, ഈ കൂപ്പ് എനിക്ക് തന്നാല് ഇതിന്റെ പൈസ അവിടെ കൊടുക്കേണ്ടി വരില്ലേ? ആ പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാ? ഇപ്പൊ ഈ കൂപ്പ് വെച്ച് തന്നില്ലേ? അപ്പം പൈസ അവിടെ കൊടുക്കണം. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം കണ്ട കുഞ്ഞിക്കല്ലേ മോളെ ഞാൻ തരോ? ഈ കൂപ്പ് എനിക്ക് വേണ്ട, ഇത് കയ്യിൽ വെച്ചോ. കാരണം ഇതിന്റെ പൈസ കൊടുക്കണ്ട. എപ്പോ തന്നു? അത് ഇങ്ങക്കില്ല പൈസയാണ്. മനസ്സിലായില്ല. 30 വന്നു, 50 വന്നു. 50 എന്തിനാണ് ഇത്? വേറെയും കണക്ക് റെഡി ആവണ്ടേ? അല്ല, ഒരു 20 ഉറുപ്പ്യ കമ്മിയില്ല ഇവിടെ? അത് ഇവിടെ അത് ഞങ്ങള് മാജിക് കാട്ടിയിട്ട് കൊണ്ട് വലത്തിയത് ഒരു മാജിക് കൂടി കാണിച്ചു കൊടുത്താ ഒന്ന് വെച്ചാ 10, 10 വെച്ചാ 100. ഞാനില്ല, എനിക്ക് ഇന്നത്തെ ദിവസം മതിയായി. എനിക്ക് ഇനി വ്ളോഗില്ല എന്റെ ചാനലില്. ഇതിന്റെ ചാനലിന്റെ അവസാനത്തെ വ്ളോഗാണ്. അതൊന്നും വിഷയമല്ല. ചെടിച്ചട്ടിയിൽ നിന്നും 20 രൂപ ചെടിച്ചട്ടിയിൽ നിന്നും. അതാ നിങ്ങളപ്പോ കാണുമ്പോ വാങ്ങണ്ട, ആഘോഷിച്ചിരിക്കുക. 20 കിട്ടുമ്പോഴേ ആഘോഷിക്കാണ്. പൈസ കയ്യിലാക്കണ്ടേ? മാജിക് ഒക്കെ സെലിബ്രേഷൻ ചെയ്തിരിക്കില്ല. ട്രിക്ക് കാണിക്കുമ്പോ ഓളെ ഉള്ള പൈസ എടുത്തൊക്കെ അതും പോകുന്നൊക്കെ ഓലെ അവിടെ റോട്ടുമക്കത്തെ ചെല്ല കാക്കമാരൊക്കെ എടുത്ത് കൊണ്ടുപോകും നിങ്ങളെ പൈസ. എന്റെ പൈസ എനിക്ക് എക്സ്ട്രാ പൈസ നിന്നോട് പൈസ ചോദിച്ചു. എനിക്ക് എന്റെ പൈസ അതൊന്നും കാട്ടില്ല. വരി നമ്മളെ പേരല്ലേ പേരാ ഞങ്ങള് വീട് മാറിയാ പോട്ടെ. അല്ല നിങ്ങൾ സൈക്കിൾ മേലെ വന്നിട്ട് സൈക്കിൾ ഇവിടെ ഒരു സൈക്കിൾ 3 ആൾ വന്നോ? ട്രിപ്പിൾ അടിച്ചു.
എന്ത് ആ 20 എവിടെ? അല്ല കണക്ക് റെഡി ആക്കി നോക്കി റെഡി ആവും കണക്ക് കണക്ക് റെഡി ആക്കി ഇപ്പൊ പോയിക്കോളൂ നോമ്പറക്കാനും എത്തണ്ടേ. പെന്ന് റോട്ടില് ചീട്ട് നോട്ടില് കൊട്ടൻ നോട്ടില് എല്ലാ റോട്ടില് ആ സൈക്കിൾ അവിടെ വെച്ചിക്കണ് മൊത്തം കണ്ട് എടുത്തോ. ആ പൈസ ഇങ്ങനെയൊക്കെയുള്ള പൈസയാണ് അത് നിങ്ങൾ സ്കൂൾക്ക് കൊടുക്കല്ലേ. ഈ കൂപ്പൺ എന്നിട്ട് നിങ്ങൾ വേറെ ആൾക്കോ കൊടുക്കും. ഇങ്ങോട്ട് വരി ആടി കൂടലി ഇങ്ങോട്ട് വരി. നിങ്ങളെ 100 റുപ്യ ചോദിക്കട്ടെ ഞാൻ തന്ന 100 റുപ്യ ആർക്ക് എടുക്കാനുള്ളതാ? അനക്ക് തന്ന 100 റുപ്യ ആർക്ക് യൂസ് ചെയ്യാനുള്ളതാ? അതുകൊണ്ട് മുട്ടായി വാങ്ങി തിന്നണ്ട ആരാണ്? നമ്മള് അനക്ക് തന്ന 100 റുപ്യക്ക് മുട്ടായി വാങ്ങി തിന്നണ്ട ആരാണ്? വിമാനം. അസ്സലാമലൈക്കും. ഞങ്ങള് കുട്ടികളിങ്ങനെ വെറുതെ ഇറങ്ങിയാണ് ഒരു കാറ്റില്ല. ഇവർക്ക് അത്ര ബുദ്ധിയില്ല. ഒന്ന് വിറ്റാ ഒന്ന് കിട്ടും. ഇതാ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കണേ. ഇതാ റോട്ടിലുള്ള നിങ്ങൾ സൈക്കിൾ ഓടിക്കോ, ഞങ്ങൾ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യട്ടെ. നിങ്ങൾ സൈക്കിൾ ഓടി വാ, ഞാൻ അനുസരിച്ച് കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യട്ടെ. എപ്പോഴും കിട്ടുന്നതല്ല എന്നൊക്കെ. ഈ ഇടയ്ക്ക് ഇവിടെ വരണം കേട്ടോ. നിങ്ങൾക്ക് 3 ആക്കും ഞാൻ ഇപ്പോൾ ഒരു ആനുവൽ പാസ് വരും പെരേക്കുള്ള. എപ്പോഴും കയറാം, ഗേറ്റിങ്ങ കാണിച്ചു കൊടുക്കുക, എപ്പോഴും എൻട്രി ഫുൾ ടൈം. ഓക്കെ, എപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ തോന്നണം അപ്പോഴൊക്കെ വരാം. ഓക്കെ, മാമാന്റെ കുട്ടികളൊക്കെ കൊണ്ടുവരാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട പറഞ്ഞ് മണ്ണെണ്ണ വാങ്ങണോ? ഞാൻ പറയും ആ പൈസയും ഇതൊക്കെ ഈ കൊട്ടി കിട്ടളി പെണ്ണ് എന്നിട്ട് ആ കൊട്ട ഉരി കൊടുത്തളി സ്കൂളിൽ. അല്ലാതെ മനസ്സിലാവില്ല വലുത് പ്ലാൻ ഈ 100 റുപ്യ ഇതിലിടല് എല്ലാം കൂടെ കജ്ജന്ന് പോയിക്കണത്. എല്ലാരും ഞാനും ഇവളൊക്കെ നശിച്ചവനാണ് ഞങ്ങൾ, നശിപ്പിക്കും ഞങ്ങൾ. അതിലിട്ടോളി ആ 100 മാറ്റി വെച്ചിട്ടോ. 3 ആളെ 100 നിങ്ങൾക്കുള്ളോ? ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഈ 100 ഞാൻ പറഞ്ഞത് ഈ 100 ഇതിലിട്ടാല് ഈ സ്കൂളുകാർ ഇതിന് കിട്ടും. അതാണ് ബുദ്ധി. ഈ 100 ഇതിലിട്ടാല് സ്കൂളുകാർ ഈ 100 സ്കൂളുകാർക്കുള്ളതാണ് കരുതി എടുക്കും. എനിക്ക് ഇഷ്ടമുള്ള എടുത്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരും ചെയ്യാം കേട്ടോ. അല്ല പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിലും മുട്ടായി വാങ്ങാൻ, ഷവർമ വാങ്ങാൻ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങളെ ഫുൾ ചെലവ് കേട്ടോ. ഷവർമ ഞങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ പറയട്ടെ, തുറന്നിട്ട് പോണോ? ഫോൺ നമ്പർ ഉണ്ടോ? എനിക്കറിയില്ല. അല്ല എന്റെ അമ്മന്റെ ഫോൺ നമ്പർ ഇല്ലേ? എനിക്കറിയാം. എനിക്കറിയില്ല. എന്റെ അമ്മ നമ്പറോ? അബ്ബളെ വീട് എടുത്തെടുത്താണല്ലോ ഇവളെ വീട്. സോറി, എനിക്ക് വിളിച്ചാൽ കിട്ടില്ല. അപ്പൊ ഇവൾക്ക് വിളിച്ചാൽ കിട്ടും. ഇങ്ങക്ക് 100 റുപ്യ തന്നാ പോരാ, നടക്കി വരിക്കും. നിങ്ങളെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് വിടുള്ളൂ. സൈക്കിൾ പോവാ. വരി, നോമ്പറന്നിട്ട് പോവാ. ഇന്ന് പിരിവൊന്നുമില്ല.
ആ മതിയുന്തിയേ പേരപിടിയാ ഒരു 3 ആൾ തുറക്കാനുണ്ടേ. ആ വീട്ടിൽ വിളിച്ചു തരാം. അല്ല രാത്രി നമുക്ക് വേണേ അയക്കി കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇതിലാരാ സൈക്കിൾ ഓടിച്ചിട്ട് വരല്ലേ? അപ്പൊ മറ്റോല് നടന്നിട്ടാ? എന്നാ ഞാൻ ആക്കി തരാം രാത്രി എല്ലാരും. ഇല്ല അങ്ങനെ പേപ്പർ റോട്ടിൽ കിടക്കണേ. ബൈക്കെടുത്ത് വരിക. ഞങ്ങൾ ഈ സൈക്കിൾ കൊണ്ടുവച്ചിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞാൽ മതി കൊണ്ടുപോകാൻ അറിയാതെ ആക്കി തരാൻ പറഞ്ഞാൽ മതി. എന്തേ നമുക്ക് 100 രൂപ കിട്ടിയില്ല. അതൊരു ഭാഗ്യം. ഞങ്ങൾ വരി നിങ്ങൾ എന്റെ വീട്ടിൽ വരി. അല്ല ഫസ്റ്റ് സൈക്കിളിലുപരി സൈക്കിൾ ഇപ്പൊ എങ്ങനെ അല്ല അത് സ്കൂൾ പടിയിൽ എത്തിയാ മതിയോ? സ്കൂൾ പടിയിലല്ല, ഇവിടെ തന്നെയാണ് എന്റെ വീട്. തെബിളി പള്ളിയില്ലേ, പള്ളിന്റെ അവിടെയല്ലേ? സ്റ്റാൻഡ് കട്ടിയിട്ടില്ല. എന്നാ ഇക്കോ അന്നൊരു പണി ഏൽപ്പിക്കട്ടെ. ഒറിജിനൽ സ്വഭാവം കാട്ടി. സ്വഭാവം പുറത്തേക്ക് വന്നു. വ്ളോഗിൽ അറിയാതെ സ്വഭാവം പുറത്തേക്ക് വന്നു. ആജ് പോയ അവിടുന്ന് പറഞ്ഞു. നബീല ഞാൻ പറഞ്ഞേക്ക് ഒന്നും ചെയ്യണ്ട. സൈക്കിള് ബലോട്ടി ഇവളെ വീട്ടിൽ പോകും. ഇവളെ ബാക്കിൽ സ്കൂട്ടി ആയിട്ട് പോയാൽ മതി. അത് സെറ്റ്. എന്നിട്ട് ഓളെ വീട്ടിലൊന്ന് പറയാ ഇവര് നോമ്പ് തുറക്കാന്ന് ഇവിടെയാണെന്നൊന്ന് പറയാ. സൈക്കിൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല. പൊട്ടിയല്ലേ നല്ല ഒച്ചണ്ടല്ലോ. എന്നിട്ട് ഡം ഡം പറഞ്ഞിട്ട് താമസക്കല്ലേ. അല്ല തീരുമാനാക്കട്ടെ. നബീല ഈ ആ വണ്ടി എടുത്ത് എന്നിട്ടില്ലേ അന്റെ വീട്ടിക്ക് ആ വണ്ടി ഏറ്റവും വരും. എന്നിട്ട് അന്റെ വീട്ടിൽ നിന്ന് ഈ വരണട്ടാ. കാരണം ബെല്ല രണ്ടാളും ഇവിടെ ഉണ്ടാവും. വരും. ഇമ്മാക്ക് വിളിക്കാണ് ഫോൺ. അത് അവിടുന്ന് വിളിക്കുപ്പം. എന്നിട്ട് ഞാൻ ആക്കി തരും. വെള്ളം ഫുഡൊക്കെ തരാം. ഹനാൻ ആക്കി തരും പറഞ്ഞാൽ മതി. അവിടുന്ന് എന്റെ അമ്മച്ചിന്റെ ഫോൺ എടുത്ത് വിളിച്ചാണ് നിങ്ങളെ അമ്മച്ചിന്റെ നമ്പർക്ക്. പ്ലാനുകൾ മാറി മറിയുന്നു. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോണത്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മള് അതിൻ്റെ വേറെ കുറച്ച് പരിപാടിക്ക് പോയി. അങ്ങനെ കുറച്ച് ലേറ്റായി. പക്ഷേ സാധന സാമഗ്രികൾ ഇവിടെ റെഡി ആവുന്നുണ്ട്. അജുവത് പച്ച ബത്തക്കയും മഞ്ഞ ബത്തക്കയും ചുവന്ന ബത്തക്കയൊക്കെ കറക്റ്റ് വെട്ടിമുറിച്ച് റെഡിയാക്കുന്നുണ്ട്. അജുവതും ലത ചേച്ചിയും. അതുപോലെ തന്നെ ആഴ്ചമാത്തതാ പൈനാപ്പിൾ ദേഹത്ത് വെള്ളം സൃഷ്ടിക്കണേ. ആ പൈനാപ്പിൾ ജ്യൂസ് ഹൈഡ്രേഷൻ. അതൊന്നും പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് റെഡിയല്ല. എത്തവിടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി നമ്മളിതില്? മഷ്റൂം ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പനീറുണ്ട്. സ്മെല്ലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ കുറച്ച് സ്മെല്ലൊക്കെ. ഇത് മാറ്റാം കേട്ടോ. ഇത് ഫുള്ള് തീക്ക് തട്ടുക. സാധാ പോലെ തട്ടിയാ പോലെ. ആവൂല്ലേ എനിക്കത് പറ്റുന്നേ. ഇനിയിപ്പോ അത് മതി. അത് സെറ്റാ. എന്തൊക്കെ ഇതിലേക്കുള്ള സോസോ? കൊണ്ടുവന്നോ ഉള്ളി കറക്റ്റ് കുക്കായിട്ടോ. ഞാൻ കരുതി ഉണ്ടാക്കാൻ കഴിയൂലെന്ന്. ബട്ടറൊക്കെ ഇടണൊക്കെ അല്ല അത് അടിച്ചില്ലേ. ആ പ്ലാസ്റ്റിക് അതില് വയറ്റണില്ല. ആ ഇല്ല പരിപാടി പഠിച്ച് പറഞ്ഞാണ്ട്. ഇപ്പത്തേക്ക് എന്താണ് പണി?
ഞാൻ കൊറേ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ ചപ്പാത്തി കറക്കും. എന്തൊക്കെ പണി എടുത്തു ഓൾറെഡി? ഇതൊക്കെ അരിഞ്ഞൊക്കെ ഞാനാണേ. അപ്പോൾ ഓൾറെഡി കക്കരിക്ക അരിഞ്ഞിട്ടുണ്ട്, ലത്തൂസ് അരിഞ്ഞിട്ടുണ്ട്, ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും അരിഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലാത്തത് റുമാൽ റൊട്ടിയാണ്. എവിടെ ഓൾ ഡ്രസ് മാറ്റി വന്നോ? എത്താപ്പത് കഥ കുറവില്ല. ബി ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ പ്രിയ അല്ലേ ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യയിൽ ഫ്രണ്ട് ഉണ്ടോ? കിട്ടിയില്ല. ഇന്തോനേഷ്യൻ കൂട്ടുകാരിയോ? നോക്കി ഓളാണല്ലോ ബുക്ക് സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്തു. അവള് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ കുട്ടിയാണ്. അപ്പൊ ഓള് LKG B ആലോ. അപ്പൊ ഓളെവിടെ സ്ഥലം? സോറി അപ്പൊ ഓളെവിടെ സ്ഥലം? ഇന്തോനേഷ്യ. ബാലി. ഒന്നും അറിയില്ല. ഇന്തോനേഷ്യ ഇപ്പൊ ഇന്തോനേഷ്യ പോയിനി. ഇപ്പൊ അടുത്ത് വടക്ക് പോലുണ്ട്. അല്ല അങ്ങനെ ഒപ്പടാ അന്നെ കൊണ്ടോണ്ട് കേട്ടാ. ഇന്തോനേഷ്യയില് ഞാൻ പോയാലും ഞാൻ ജപ്പാൻകാരെ പോലെ ആവുന്നു. ഏതാ പറയൂ. അടി കൂടല്ലേ? അടി കൂട്ടരുത്. എന്തൊക്കെയാ നോമ്പുറക്കാൻ വേണ്ടി നിങ്ങൾക്ക്? എന്തായാലും ആണോ? വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇത് ഇവിടെ എന്താ വേണ്ടി എനിക്ക്? കട്ട്ലറ്റും എന്തേലൊക്കെ മതി. അതൊന്നും കിട്ടൂല. എല്ലാം കൂടി നടക്കൂല. ഉണ്ടാക്കി വെക്കും. നോമ്പറന്ന് കഴിഞ്ഞാൽ തിന്നാൻ പറ്റും. അപ്പൊ എന്തായാലും ചേസൊക്കെ പിടിച്ചിട്ടിട്ട് കാണാം. അപ്പോൾ അതാ സുഹൃത്തുക്കളെ, നമ്മുടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇപ്പോൾ ഇതെന്താ പാത്തോ? സൺഫ്ലവർ ഓയിൽ. ഇതിക്ക് ആവശ്യമായ സോസ്. സൂമേ നബിലേ ഇജ്ജ് തിന്നാ മതി. അപ്പം തിന്നാ മതി, കൊയ്യണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിഷ് പോലെ. എന്നാ ഞാൻ കൊയ്യണ്ണാൻ പോവാണ്. ആച്ചുമാത്ത ഞാൻ ഇതിലാളെ വലുതുണ്ടാക്കിയിട്ട് പണം നിന്നിട്ടില്ല. അപ്പൊ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ? പുതുതലമുറ ഗേൾസിനെ കുറിച്ച് പറഞ്ഞതാണ് പറഞ്ഞതേ. ബ്ലോഗൊന്നും കണ്ടിട്ടില്ല. ഗെറ്റപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാണ്. എല്ലാത്തിനും ആഴ്ച മാത്രം അങ്ങോട്ട് വരണം. എല്ലാത്തിനും ആഴ്ച മാത്രം അങ്ങോട്ട് വരണം. ഞാൻ വരുന്നില്ല, പോവാണ്. ബൈ. ഇത് ഇഷായിന് നിന്നിട്ടിരുന്നു തോന്നി. കഴിഞ്ഞു. റോളാക്കി കഴിക്കുക, അത്രേ ഉള്ളൂ. അത്ര നേരം ഈ വെക്കാനും പറ്റൂല. കുറച്ചുകൂടെ വയ്ക്കട്ടെ? മൈദ മാത്രമേ അതന്നെ അൺഹെൽത്തി ഉള്ളൂ. ഇത്രയും പേർക്ക് സാധനം ആവണ്ടേ? മൈദ കൊണ്ട് വെച്ചോ? അപ്പൊ കുറച്ച് ഹെൽത്തിന് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് കണ്ണിട്ടാണ്ടിക്കാൻ ആകെ ഒരു പണി നബീലുണ്ടായി. ഒരു ചപ്പാത്തി മര്യാദക്ക് വേവിക്കട്ടോ. അത് നടന്നില്ല. അപ്പം എന്തായാലും പാത്തോറുകൾ ഉണ്ടാക്കണ റോള് ഒരുവിധം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നബീലിക്കു ചുടുന്ന
ചപ്പാത്തി ഒരുവിധം ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കിയായിരിക്കെ നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ള ഇക്കു ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ല ഞാൻ കേൾക്കട്ടെ, അതൊക്കെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് അപ്പം എന്തിനാ ചെത്തി വെച്ചിരിക്കണേ? അത് ലാസ്റ്റ് ഇങ്ങനെ ഇതിന്റെ ഇപ്പൊ കവറിലിട്ട് കിട്ടണ ഷവർമന്റെ ഒക്കെ പോലെ. ടെക്നോളോജിയ വാ. അപ്പൊ എന്തായാലും സാധനങ്ങളൊന്ന് റെഡിയാക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കിയാലോ ദറ്റ് വ്ളോഗ്, എന്നിട്ട് വേറെ അടുത്ത അപ്പൊ സുഹൃത്തുക്കളെ ഉപ്പും കുരുമുളകും കുറച്ചോ പറ്റല്ല. ഉപ്പും കുരുമുളകും കുരുമുളക് പൊടി ഉപ്പും കുരുമുളകും. ഈ അടുക്കളയിൽ എന്റെ കയ്യെത്താത്ത എരിയില്ല. എന്നാ ഉപ്പ് കുരുമുളകും അങ്ങനെ കൊടുക്കണേ. ഇതിന്റെ അടുത്ത് തിന്നോ? അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടാവും നമ്മളെ റോള്, എങ്ങനെ ഉണ്ടാവും നമ്മളെ കുട്ടികളെ കൂട്ടുള്ള നോമ്പ് തുറവി എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്നൊരു വ്ളോഗിൽ മസ്റ്റായിട്ടും കാണാം. കാരണം ഇത് വലിയ വ്ളോഗായിട്ട് അല്ലെങ്കിൽ മാറും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഇത്രയും നേരം ഈ ഒരു വ്ളോഗ് ഇത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ഈ വ്ളോഗ് ആ കുട്ടികളെ കൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഇരുന്ന് കണ്ടതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗ് കാണുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വ്ളോഗാണ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.